ഹലോ, എല്ലാവർക്കും ബയോസിന്റെ HSST ബോട്ടണി ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. കാരണം ത്രോട്ട് ഇൻഫെക്ഷനും അത് ചെവിയിലേക്ക് ഇൻഫെക്ഷൻ ബാധിച്ചതുകൊണ്ട് കുറച്ച് നാൾ നല്ല റെസ്റ്റിലായിരുന്നു. അതിനുശേഷം ജോലി സംബന്ധമായ കുറച്ച് തിരക്കുകൾ കാരണം വൈകിയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനും റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സമയം കിട്ടിയില്ല. വീണ്ടും ക്ലാസ്സുകൾ പുനരാരംഭിക്കുകയാണ്. നിങ്ങൾ മുൻപ് തന്ന അതേ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിച്ചുകൊണ്ട് ക്ലാസ്സുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് നമ്മൾ മൊഡ്യൂൾ 1 ഫൈക്കോളജിയിലെ ആൽഗയുടെ ഫീച്ചേഴ്സിൽ തന്നെ വരുന്ന റീപ്രഷൻ, അതായത് വെജിറ്റേറ്റീവ് റീപ്രഷനും അസെക്ഷൽ റീപ്രഷനും ആണ് ഡിസ്കസ് ചെയ്ത് പോകാം വീഡിയോയിൽ. ആൽഗൽ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 3 ടൈപ്പാണ്. ചിലപ്പോൾ സിലബസിൽ അസെക്ഷലും സെക്ഷലും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അസെക്ഷലിൽ ശരിക്കും തന്നെ വേണമെങ്കിൽ വെജിറ്റേറ്റീവ് റീപ്രഷൻ ഒരു മേഖലയായിട്ട് തിരിക്കാം. അസെക്ഷൽ അങ്ങനെ 2 മേഖലയായിട്ട് നമുക്ക് തിരിച്ച് പറയാൻ കഴിയും. അത് ഡീറ്റെയിൽഡ് തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വെജിറ്റേറ്റീവ് റീപ്രഷനും അസെക്ഷൽ റീപ്രഷനും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ സെക്ഷൽ റീപ്രഷനും ലൈഫ് സൈക്കിളും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, വെജിറ്റേറ്റീവ് റീപ്രഷൻ ദാറ്റ്സ് ദ മോസ്റ്റ് കോമൺ മെത്തേഡ് ഇൻ ആൽഗ. ആൽഗയിൽ സാധാരണ കാണപ്പെടുന്ന ഒരു മെത്തേഡാണ് വെജിറ്റേറ്റീവ് റീപ്രഷൻ എന്ന് പറയുന്നത്. അതായത് വെജിറ്റേറ്റീവ് പാർട്ട്, താലസ് ബോഡി ഡിവൈഡ് ചെയ്തിട്ടോ മറ്റു തരത്തിലോ പുതിയ സന്താനങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ് ആണ് വെജിറ്റേറ്റീവ് റീപ്രഷൻ. അതിൽ ഒന്നാമത്താണ് മോസ്റ്റ് കോമൺ മെത്തേഡായ ഫിഷൻ. ബോഡി ഗെറ്റ്സ് ഡിവൈഡ്സ് ഇൻ ടു 2 or more ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഓർ ഡാറ്റർ ഓർഗാനിസം. ബോഡി ഡിവൈഡ് ചെയ്തിട്ട് 2 അതിൽ കൂടുതൽ ഫ്രാഗ്മെന്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഡാറ്റർ ഓർഗാനിസമായിട്ടോ മാറുന്ന പ്രോസസ് ആണ് ഫിഷൻ എന്ന് പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സൈനോകോക്കസ് എന്ന് പറയുന്ന ഒരു ആൽഗയുടെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ബോഡി ഡിവൈഡ് ചെയ്ത് 2 സന്താനങ്ങളായിട്ട് മാറുന്ന പ്രോസസ് ആണ് ഫിഷൻ. സെക്കൻഡ് വൺ ഈസ് ദ ഫ്രാഗ്മെന്റേഷൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോഡി ഗെറ്റ്സ് ഡിവൈഡ്സ് ഇൻ ടു മെനി ഫ്രാഗ്മെന്റ്സ് ആൻഡ് ഈച്ച് ഫ്രാഗ്മെന്റ്സ് വിൽ ജനറേറ്റ് ഇൻ ടു ന്യൂ താലസ്. ബോഡി അല്ലെങ്കിൽ താലസ് ഡിവൈഡ് ചെയ്തിട്ട് പല കഷ്ണങ്ങളായിട്ട് മാറുകയും അത് പിന്നീട് ഓരോ കഷ്ണങ്ങളും പുതിയ ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യും. ഒരുപാട് ആളുകളിൽ സാധാരണ പ്രത്യേകിച്ച് ഫിലമെന്റസ് ആളുകൾ കാണപ്പെടുന്നുണ്ട്, ലൈക്ക് സ്പൈറോഗേറ, യൂറോത്രിക്സ് എക്സെട്ര. നെക്സ്റ്റ് വൺ, ട്യൂബേഴ്സ്. ദ ഡെവലപ്മെന്റ് ഓഫ് ട്യൂബർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് ബോഡിയുടെ താലസിൽ ചില ട്യൂബർ പോലും മുഴകൾ പോലുള്ള എന്തെങ്കിലും സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക. ലേറ്റർ ദ ട്യൂബേഴ്സ് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഓർഗാനിസം. പിന്നീട് ആ ട്യൂബർ വളർന്നിട്ട് പുതിയ ഓർഗാനിസം മാറുകയും ചെയ്യും. എക്സാമ്പിൾ ക്യാര എന്ന സ്റ്റോൺ മെഡ്സിൽ ഉൾപ്പെടുന്ന ആൽഗെ, അതുപോലെ ക്ലാഡോഫോറ തുടങ്ങിയ ആൽഗകളിലൊക്കെ ഈ ട്യൂബേഴ്സ് കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ, അമൈലം സ്റ്റാർച്ച്. ദാറ്റ് മീൻസ് ദ ടേം അമൈലം സ്റ്റാർച്ച് ഓർ സ്റ്റാർച്ച് refers to star-shaped aggregation of cells filled with amylum starch that serve as the method of vegetative reproduction. അതായത് അമൈലം സ്റ്റാർച്ച് എന്നറിയപ്പെടുന്ന കോമ്പൗണ്ട് അക്യുമുലേറ്റ് ചെയ്ത് ഒരു സ്റ്റാർ ഷേപ്പിൽ സ്ട്രക്ചർ ആയിട്ട് മാറുന്നു. അതിനെയാണ് അമൈലം സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇതൊരു വെജിറ്റേറ്റീവ് മെത്തേഡായിട്ട് മാറുകയും ചെയ്യുന്നത്. പിന്നീട് ഇതിൽ നിന്നും പുതിയ സന്താനങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. എക്സാമ്പിൾ ക്യാര തന്നെ മറ്റൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. നെക്സ്റ്റ് വൺ, ബഡിങ്. എല്ലാവർക്കും അറിയാവുന്ന കോമൺ മെത്തേഡ് ബഡിങ്. പാരന്റ് ബോഡിയിൽ ഒരു ബഡ് ഫോം ചെയ്യുന്നു. ലേറ്റർ ഈ ബഡ് ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. സാധാരണ യൂണിസെല്ലർ ആളുകൾ നമുക്ക് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പ്രോട്ടോസിഫോൺ പോലുള്ള ആളുകൾ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ബൾബിൾസ് ഓർ പ്രൊപ്പഗ്യൂല. ദാറ്റ് മീൻസ് സ്പെഷ്യലൈസ്ഡ് മോഡിഫൈഡ് ബ്രാഞ്ചസ് റിച്ച് ഇൻ സ്റ്റോർഡ് ഫുഡ് മെറ്റീരിയൽസ് ദാറ്റ് ഡിറ്റാച്ച് ഫ്രം ദ പാരന്റ് പ്ലാന്റ് ആൻഡ് ഡെവലപ്സ് ഇൻ ടു ന്യൂ ഇൻഡിവിജ്വൽ. പാരന്റ് താലസിന്റെ ബ്രാഞ്ചസിൽ സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യും. അതായത് ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിന്റെ ഫലമായിട്ട് സ്പെഷ്യൽ സ്ട്രക്ചർ ഫോം ചെയ്യും. ലേറ്റർ ഇത് പാരന്റ് ബോഡിന് ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ട് പുതിയ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് വരികയും ചെയ്യും. എക്സാമ്പിൾ സ്പേസിലാരി എന്ന ആളുകളിൽ നമുക്ക് ഇതുപോലെ ബൾബിൾസ് കാണാൻ കഴിയും. അഡ്വാൻറ്റേജസ് ബ്രാഞ്ചസ്. അതായത് പ്ലാന്റിന്റെ നോർമലി താലസിലെ ബ്രാഞ്ചസ് സ്പെഷ്യൽ ഡൈക്കോട്ടമസ് രീതിയിലുള്ള ബ്രാഞ്ചസ് ഉണ്ടാവുകയും ആ ഔട്ട്ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് പുതിയ പ്ലാന്റ് ആയിട്ട് മാറുകയും ചെയ്യും. Specialized outgrowths that when detached from the parent cell and can develop into new independent algal organism. അതായത് പാരന്റ് ബോഡിയിൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ബ്രാഞ്ചസ് ഉണ്ടാവുകയും പിന്നെ ആ ബ്രാഞ്ചസ് പ്ലാന്റ് ബോഡിയിൽ ഡിറ്റാച്ച് ചെയ്ത് മാറിയിട്ട് പുതിയ ഇൻഡിപെൻഡന്റ് ആൽഗയായിട്ട് മാറുകയും ചെയ്യും. ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട, ക്യാര തുടങ്ങിയ ആൽഗയിലും ഈ ഒരു പ്രോസസ് കാണപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ഹോർമോൺ ഫോർമേഷൻ. സാധാരണ ബ്ലൂ ഗ്രീൻ ആൽഗെ സയാനോ ബാക്ടീരിയയിലാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. നമുക്കറിയാം ഓസിലറ്റോറി എന്നൊരു സയാനോബൈറ്റ് പഠിച്ചിട്ടുണ്ട്. ഈ ഓസിലറ്റോറിയുടെ ഇടയ്ക്ക് നെക്രീഡിയം എന്നൊരു സെപ്പറേറ്റിംഗ് ഡിസ്ക് കാണപ്പെടുന്നുണ്ട്. ചിത്രത്തിൽ കാണുന്ന പോലെ നെക്രീഡിയം കാണപ്പെടുന്നത്. ആ നെക്രീഡിയത്തിന്റെ പ്രസൻസിൽ താലസ് ബ്രേക്ക് ഡൗൺ നടന്ന് ചെറിയ ചെറിയ പീസ് ഓഫ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് മാറും. ആ ഓരോ പീസ് ഓഫ് ഫ്രാഗ്മെന്റ്സിനെയാണ് ഹോർമോൺ എന്ന് പറയുന്നത്. പിന്നീട് ഈ പീസ് ഡെവലപ്പ് ചെയ്തതായിട്ട് മാറുന്നു, പുതിയ താലസ് പുതിയ ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യുന്നു. Hormogonia are small motile filaments of cell found in blue-green algae or cyanobacteria as a form of vegetative asexual reproduction.
സാധാരണ പാരന്റ് ബോഡിയിൽ തന്നെ കാണപ്പെടുന്ന ഒരു സ്പെഷ്യൽ മെക്കാനിസം ആയത്. The parent trichome or filament breaks into these smaller motile segments, often facilitated by the formation of dead cells called necroidia or separation discs. Each hormogonium can then grow into new complete algal filament or thallus. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഫിലമെന്റസ് ആൽഗകളിൽ, ഓസിലിറ്ററി പോലുള്ള ആൽഗകളിൽ ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഡിസ്ക് ആണ്, ഡെഡ് സെൽസ് കൊണ്ടുള്ള ഡിസ്ക് ആണ്, അതിനെ നെക്രീഡിയ എന്ന് പറയുന്നു. ഈ നെക്രീഡിയുടെ ഭാഗം വെച്ചിട്ട് ബ്രേക്ക് നടന്നു കഴിഞ്ഞിട്ട് ഓരോ പീസിനെയും നമ്മൾ ഹോർമോഗോണിയം പറഞ്ഞത് പിന്നീട് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് മാറും, പുതിയ ആൽഗൽ സ്പീഷീസ് ആയിട്ട് മാറും. നെക്സ്റ്റ് വൺ പാമല്ല സ്റ്റേജ്. The division of protoplast of a cell ultimately forms amorphous colony with an indefinite number of spores. ആ ചിത്രത്തിൽ കാണുന്ന പോലെ പാരന്റ് സെൽ, അതായത് ഒരു സിംഗിൾ സെൽ ഓർഗാനിസം ആണെങ്കിൽ ആ സെല്ലിനകത്തുള്ള പ്രോട്ടോപ്ലാസ്റ്റ് കണ്ടന്റുകൾ ന്യൂമറസ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് ഒരു അമോർഫസ് കോളൻ, ന്യൂമറസ് കോളൻ ആയിട്ട് മാറുകയും ആ കോളനിൽ ഒരുപാട് സ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്ന സ്റ്റേജാണ് പാമല്ല സ്റ്റേജ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ക്ലാമിഡോമോണസ് യൂണിസെല്ല ആൽഗയാണ് ക്ലാമിഡോമോണസിൽ പാമല്ല സ്റ്റേജ് കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ അക്കൈനേറ്റ്സ്. സാധാരണ ഇത് കൂടുതലും കാണപ്പെടുന്നത് ബ്ലൂ ഗ്രീൻ ആൽഗകളിലാണ്. ബ്ലൂ ഗ്രീൻ ആൽഗ അല്ലെങ്കിൽ സയാനോബാക്ടീരിയലും അതുപോലെ തന്നെ മറ്റ് ഗ്രീൻ ആൽഗകളായ പിത്തോഫോറ, ക്ലാഡോഫോറ ആൽഗകളിൽ കാണപ്പെടുന്നുണ്ട്. അതായത് ഇവരുടെ വെജിറ്റേറ്റീവ് സെല്ല് വളരെയധികം അൺഫേവറബിൾ കണ്ടീഷനിൽ വളരെയധികം തിക്കുവാളായിട്ടുള്ള ഒരു സ്ട്രക്ചറായിട്ട് മാറും, മോഡിഫൈ ചെയ്യും. ഒരു നോർമൽ സെല്ല് അൺഫേവറബിൾ കണ്ടീഷനിൽ തിക്കുവാള്, നല്ല കട്ടിയുള്ള ആവരണം കൊണ്ട് പൊതിഞ്ഞ് ഒരു സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറായിട്ട് മാറുകയും പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് പുതിയ ഓർഗാനിസമായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള ഈ അക്കൈനേറ്റ്സ് ചിലപ്പോൾ ചെയിൻ പോലെ, മുത്തുകൾ പുറത്ത് പോലെ കാണപ്പെടാറുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നോസ്റ്റോക്കിലൊക്കെ കാണാൻ കഴിയും. നോസ്റ്റോക്ക് അല്ലെങ്കിൽ അനബീന പോലുള്ള സെല്ലുകളുടെ താലസിന്റെ ഇടയ്ക്ക് അക്കൈനേറ്റ് എന്ന ഫോർമേഷൻ, അത് സ്പെഷ്യൽ സെല്ലുകൾ മോഡിഫൈ ചെയ്ത് തിക് വാൾ ഫോർമേഷനിലൂടെ മോഡിഫൈ ചെയ്ത് അക്കൈനേറ്റ് മാറുകയും അതിങ്ങനെ ന്യൂമറസ് അക്കൈനേറ്റ് ഫോം ചെയ്യുമ്പോൾ ഒരു ചെയിൻ പോലെ, മുത്തുമാല പോലെ കിടക്കുകയും ചെയ്യും. ജസ്റ്റ് എക്സാമ്പിൾ നോസ്റ്റോക്ക് അല്ലെങ്കിൽ അനബീന. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് അസെക്ഷൽ റീപ്രഡക്ഷൻ. അസെക്ഷൽ റീപ്രഡക്ഷൻ ബൈ മീൻസ് സ്പോർസ്, കൂടുതൽ സ്പോറുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് സൂസ്പോർസ്. നമുക്കറിയാം മോട്ടൈൽ സ്പോർ, സ്പെഷ്യലൈസ്ഡ് സ്പോറുകളായിരിക്കും. ചലനശേഷിയുള്ള മോട്ടൈൽ സ്പോറുകൾ ഒരു പ്രത്യേക അറ, സൂസ്പൊറാഞ്ചിയം എന്ന അറകൾക്കുള്ളിലാണ് ഉണ്ടാകുന്നത്. ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ക്ലാമിഡോമോണസ്. സൂസ്പോർ ആർ മോട്ടൈൽ സ്പോർ ഫോംഡ് ഫ്രം സെർട്ടൈൻ ഓൾഡർ സെൽസ് ഓഫ് ദ ഫിലമെന്റ്. താലസിന്റെ ഓൾഡർ സെല്ലുകളിൽ നിന്നായിരിക്കും സൂസ്പോർ ഡെവലപ്പ് ചെയ്യുന്നത്. അത് മോട്ടൈൽ സ്പോറുകളായിരിക്കും. The cytoplasm divides to form zoospore and zoosporangium which are escaped from the mother cell. അതായത് ചിത്രത്തിൽ കാണുന്ന പോലെ പാരന്റ് സെൽ ഡിവൈഡ് ചെയ്ത് സൈറ്റോപ്ലാസം കണ്ടന്റ് പ്രോട്ടോപ്ലാസം കണ്ടന്റ് ഡിവൈഡ് ചെയ്തിട്ട് ന്യൂമറസ് സ്പോറുകളായിട്ട് മാറുന്നു. പിന്നെ ഈ സ്പോറുകളിൽ ഫ്ലജല്ല ഡെവലപ്പ് ചെയ്യും. അതുകൊണ്ടാണ് സൂസ്പോറുകൾ എന്ന് പറയുന്നത്. അത് മെച്ചുർ ആകുമ്പോൾ പാരന്റ് ബോഡിയിൽ നിന്നും എസ്കേപ്പ് ആയി പുതിയ സെൽ ഓർഗാനിസമായിട്ട് ഡെവലപ്പ് ചെയ്ത് മാറുകയും ചെയ്യുന്നു. They are always found in favorable conditions. സാധാരണ ഇത് ഫേവറബിൾ കണ്ടീഷനിൽ കൂടുതലും ഉണ്ടാകുന്നു. They are naked protoplasmic bodies which move by means of flagella or cilia. They may be biflagellate, tetraflagellate or compound zoospores. അതായത് സാധാരണ ഈ സൈറ്റോപ്ലാസം, ആ സെല്ലിന്റെ പ്രോട്ടോപ്ലാസം അല്ലെങ്കിൽ സൈറ്റോപ്ലാസം കണ്ടന്റുകൾ ഡിവൈഡ് ചെയ്തിട്ട് അതിൽ ഫ്ലജല്ല അല്ലെങ്കിൽ സീലി ഉപയോഗിച്ചിട്ട് മൂവ് ചെയ്ത് പോകുന്നു. ആ ഒരു സ്പോറിനെയാണ് സൂസ്പോർ എന്ന് പറയുന്നത്. ഒന്നുകിൽ ബൈഫ്ലജലേറ്റ് ആയിരിക്കും, 2 ഫ്ലജലുള്ളതാകും, അല്ലെങ്കിൽ ടെട്രാഫ്ലജൽ 4 ഫ്ലജലുള്ളതാകും, അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഫ്ലജലുള്ള കോമ്പൗണ്ട് സൂസ്പോറുകളും ഫോം ചെയ്യാറുണ്ട്. കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾ കാണപ്പെടുന്നത് ഒയിഡഗോണിയൽസിന്റെ മെമ്പേഴ്സിലും അതുപോലെ വൗച്ചറേസിയ മെമ്പേഴ്സിലും യൂറോത്രിക്കേസിയുടെ മെമ്പേഴ്സിലും ക്ലാമിഡോമൊണാഡിസിയ എന്ന ഫാമിലിപ്പെട്ട ക്ലാമിഡോമോണസിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ അപ്ലനോസ്പോർസ്. അത് നോൺ മോട്ടൈൽ ആയിരിക്കും. ദേ ആർ നോൺ മോട്ടൈൽ സ്പോർസ് പ്രൊഡ്യൂസ് ഇൻ ടെറസ്ട്രിയൽ ആൽഗ ആൻഡ് അതേഴ്സ്. സാധാരണ കരപ്രദേശത്ത് കാണപ്പെടുന്ന ആൽഗകളിലും മറ്റ് ആൽഗകളിലും കാണപ്പെടുന്ന നോൺ മോട്ടൈൽ സ്പോറുകളായിരിക്കും. ഇതും ഏതെങ്കിലും സാക്കിനുള്ളിൽ എൻഡോജീനസ് ആയിട്ട് ഉള്ളിലായിട്ടുണ്ടാകുന്ന സ്പോറുകൾ തന്നെയായിരിക്കും. ഓച്ചേറിയ, യൂളോത്രൈക്സ്, മൈക്രോസ്പോറ തുടങ്ങിയ ആളുകളിൽ കോമൺ ആയിട്ട് കാണാൻ കഴിയും. അപ്ലനോസ്പോർസ് പ്രൊഡ്യൂസ് ഇൻ ക്ലോറല്ല ഹാവ് ദ സം ഡിസ്റ്റിങ്റ്റീവ് ഷേപ്പ് ആസ് മദർ സെൽ ബിഫോർ ലിബറേഷൻ. അതായത് ക്ലോറല്ലയിലും അപ്ലനോസ്പോർ ഉണ്ടാവും. അത് ആ പാരന്റ് സെല്ലിന്റെ അതേ സൈസിലാണ് ഉണ്ടാകുന്നത്. സാധാരണ സ്പോറുകൾ ചെറുതായിരിക്കും, പിന്നീട് ലേറ്റർ അത് ഡെവലപ്പ് ചെയ്തിട്ട് ആ അഡൾട്ട് ഓർഗാൻസിന്റെ സൈസിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ക്ലോറലില് സെയിം പാരന്റ് സൈസ് എങ്ങനെയാണോ സെയിം സൈസിലുള്ള അപ്ലനോസ്പോർസ് ഉണ്ടാവും. അത്തരം സ്പോറുകളെ ഓട്ടോസ്പോർസ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഹിപ്നോസ്പോർസ്.
ഹിപ്നോസ്പോർ എന്ന് പറയുന്നത് അപ്ലനോസ്പോർ തന്നെയാണ്. കുറച്ചുകൂടെ കട്ടിയുള്ള തിക്ക് വാൾഡ് ആയിട്ടുള്ള അപ്ലനോസ്പോറുകളെ വിളിക്കുന്ന പേരാണ് ഹിപ്നോസ്പോർ എന്ന് പറയുന്നത്. സാധാരണ ഇത് അൺഫേവറബിൾ കണ്ടീഷനിലാണ് കൂടുതലും ഉണ്ടാകുന്നത്. മറ്റൊരു പ്രത്യേകത, ക്ലാമിഡോമോണസ് നിവാലിസിന്റെ സ്പീഷീസിലെ ഇതുപോലുള്ള ഹിപ്നോസ്പോറുകൾ ഉണ്ടാകുന്നു. ആ ഹിപ്നോസ്പോറിനെ നല്ല കട്ടിയുള്ളതായിരിക്കും. അതിനകത്ത് ഹെമാറ്റോക്രോം എന്ന പിഗ്മെന്റ്സിന്റെ ഡോമിനൻസ് കാരണം റെഡ് കളറിലായിരിക്കും ഈ സ്പോറുകൾ കാണപ്പെടുന്നത്. അപ്പോൾ മഞ്ഞ് മൂടിയ പ്രദേശങ്ങളിലെ ഇത്തരം ക്ലാമിഡോമോണസിന്റെ പ്രസൻസ് കാണുമ്പോൾ മഞ്ഞിന് ഒരു ചുമന്ന കളർ ഉണ്ടാകും. നമ്മൾ നേരത്തെ ഇത് കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഞ്ഞിലെ കാണപ്പെടുന്ന റെഡ് സ്നോ എന്ന ഫിനോമിനന് കാരണം ക്ലാമിഡോമോണസ് നിവാലിസ് എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് ആ റെഡ് കളർ ഉണ്ടാകാൻ കാരണം ഈ ഹിപ്നോസ്പോറിൽ ഉണ്ടാകുന്ന ഹെമാറ്റോക്രോം എന്ന പിഗ്മെന്റ് പ്രസൻസ് കാരണമാണ് ആ സ്നോ കളർ റെഡ് ആയിട്ട് മാറുന്നത്. അത് കാരണം ഈ ആളുകളുടെ സ്പോർ അവിടെ സ്പ്രെഡ് ചെയ്യുമ്പോഴാണ് റെഡ് സ്നോ എന്ന ഫിനോമിനൻ ഉണ്ടാകുന്നത്. നെക്സ്റ്റ് വൺ സിസ്റ്റ് ഫോർമേഷൻ. സിസ്റ്റ് എന്ന് പറയുമ്പോൾ അൺഫേവറബിൾ കണ്ടീഷനിൽ പല ഫിലമെന്റസ് ആളുകളും ഫ്ലജല്ലേറ്റ്സ് ആളുകളും അതിന്റെ ഫ്ലജല്യം മറ്റു പാർട്സ് റിമൂവ് ചെയ്തിട്ട് അതിന് ബോഡിക്ക് ചുറ്റും ആ പ്രോട്ടോപ്ലാസം കണ്ടന്റ് ചുറ്റും ഒരു തിക്ക് വാൾ ഫോം ചെയ്ത് റെസ്റ്റിംഗ് സ്റ്റേജിലോട്ട് പോകും. ഈ റെസ്റ്റിംഗ് സ്റ്റേജിൽ കാണപ്പെടുന്ന ആ ഒരു കോമ്പൗണ്ട് സ്ട്രക്ചറിനെയാണ് സിസ്റ്റ് എന്ന് പറയുന്നത്. എന്നിട്ട് ഫേവറബിൾ കണ്ടീഷൻ എത്തുമ്പോൾ ഈ സിസ്റ്റ് ബ്രേക്ക് നടന്നിട്ട് പുതിയ അതല്ലെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് പുതിയ ഓർഗാൻസും ഉണ്ടാവുകയും ചെയ്യും. യൂഗ്ലീനിലൊക്കെ കോമൺ ആയിട്ട് കാണപ്പെടുന്നുണ്ട്. അതുപോലെ മറ്റൊരുപാട് ഓർഗാൻസിൽ കാണപ്പെടുന്നുണ്ട്. ഇതിൽ ഈ സിസ്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് അൺഡിഫൈൻഡ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് വൺ സ്റ്റാറ്റോസ്പോർ. അതായത് കുറച്ചും കൂടെ കട്ടിയുള്ള സ്പോറുകളായിരിക്കും ഡയാറ്റംസിൽ ഉണ്ടാകുന്ന ഡയാറ്റംസിൽ കാണപ്പെടുന്ന കട്ടിയുള്ള സ്പോറുകളെയാണ് സ്റ്റാറ്റോസ്പോർസ് എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എൻഡോസ്പോർ. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ സെല്ലുകൾക്ക് ഉള്ളിൽ കാലസിന്റെ ഉള്ളിലായിട്ട് ഉണ്ടാകുന്ന സ്പോറുകളാണ് എൻഡോസ്പോർ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഡെർമോകാർപ്പ എന്ന ആൽഗയുടെ പ്രത്യേകത, എൻഡോസ്പോർ ഉണ്ടാകുന്നത് അതിൻ്റെ അകത്തുള്ള സെല്ലിന്റെ പ്രോട്ടോപ്ലാസ് കണ്ടന്റുകൾ സക്സസീവായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ന്യൂമറസ് സ്പോർ ആയിട്ട് മാറുന്നു. അത് ഒറിജിനൽ പാരന്റ് സെല്ലിനകത്ത് തന്നെയാണ് കാണപ്പെടുന്നത്. ഒരു സെല്ലിനകത്തുള്ള കണ്ടന്റുകൾ ചിത്രത്തിൽ കാണുന്നത് ന്യൂമറസ് സെല്ലുകളുണ്ട്. ഓരോ സെല്ലിനകത്തുള്ള കണ്ടന്റുകളും ഡിവൈഡ് ചെയ്ത് ഒരുപാട് സ്പോറുകളായിട്ട് മാറും. ഉള്ളിലുണ്ടാകുന്ന സ്പോർ ആയതുകൊണ്ടാണ് അതിന് എൻഡോസ്പോറുകൾ എന്ന് പറയുന്നത്. ദീസ് സ്പോർസ് ആർ നോൺ മോട്ടൈൽ ആൻഡ് തിൻ വാൾഡ്. എന്നാൽ ഈ സ്പോറുകളെല്ലാം നോൺ മോട്ടൈൽ ആയിരിക്കും, തിൻ വാൾഡ് ആയിരിക്കും. ദ എൻഡോസ്പോർ പ്രൊഡ്യൂസ്ഡ് ബൈ സയാനോബാക്ടീരിയ ആൾസോ നോൺ ആസ് ബിയോസൈറ്റ്സ്. സാധാരണ സയാനോബാക്ടീരിയയിലാണ് ഇങ്ങനെ ഒരു സ്പോർ ഉണ്ടാകുന്നത്. അതിന്റെ ബിയോസൈറ്റ്സ് എന്നാണ് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ എക്സോസ്പോർ. എൻഡോസ്പോർ ബോഡിക്ക് ഉള്ളിലാണെങ്കിൽ എക്സോസ്പോർ ബോഡിക്ക് പുറത്തായിട്ടായിരിക്കും ഉണ്ടാകുന്നത്. Exospore in algae are a type of asexual spores formed outside the parent cell. പാരന്റ് സെല്ലിന്റെ പുറത്തായിട്ടായിരിക്കും ഈ സ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. ടിപ്പിക്കലി ബൈ സെൽ ഡിവിഷൻ അറ്റ് ദ ടിപ്പ് ആൻഡ് റിലീസ്ഡ് ആസ് എ ബഡ്. ചിത്രത്തിൽ കാണുന്ന പോലെ സെല്ലിന്റെ ടിപ്പിലായിട്ടൊരു ഡിവിഷൻ നടന്നിട്ട് ഒരു ബഡ് പോലെ ഫോം ചെയ്യും. പിന്നെ ആ ബഡ് ലേറ്റർ ഡെവലപ്പ് ചെയ്ത് ഒരു സ്പോറായിട്ട് മാറുകയും ചെയ്യും. എക്സാമ്പിൾ ക്യാമോസിഫൺ അതുപോലെ സ്റ്റൈക്കോസിഫൺ തുടങ്ങിയ ആളുകളിലൊക്കെ ഇങ്ങനെ എക്സോസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ എക്സോസ്പോർ പിന്നീട് ജെർമിനേറ്റ് ചെയ്ത് പുതിയ ആളുകളായിട്ട് മാറുകയും ചെയ്യും. ഇവിടെ പാരന്റ് സെല്ലിൽ ഒരു എക്സോസ്പോർ ഉണ്ടാകുമ്പോൾ എക്സോസ്പോറിനെ പാരന്റ് സെല്ലിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു വാൾ, അതിന് നമ്മൾ സെപ്റ്റം എന്ന് പറയും. ഈ സെപ്റ്റം വെച്ചിട്ടാണ് ആ പാരന്റ് സെല്ലും ആ സ്പോറും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്, പിന്നെ റിലീസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ കാർപ്പോസ്പോർ. കാർബോഗോണേറ്റിനകത്ത് ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞ് ഡയറക്റ്റ് ഫോം ചെയ്യുന്ന സ്പോറുകളെയാണ് കാർപ്പോസ്പോർ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് പോളിസിഫോണിയ, വെട്രാക്കോസ്പോം തുടങ്ങിയ റെഡ് ആളുകൾ ഇത് കോമൺ ആയിട്ട് കാണപ്പെടുന്നു. ന്യൂട്രൽ സ്പോർ. വെജിറ്റേറ്റീവ് പ്രോട്ടോപ്ലാസ് തന്നെ സ്പോറായിട്ട് ആക്ട് ചെയ്യുന്നു. അതായത് ആ സെല്ലിന്റെ കണ്ടന്റ് ഡയറക്റ്റ് ആ ഫുൾ കണ്ടന്റ് ഒരു സ്പോറായിട്ട് ആക്ട് ചെയ്യുന്നതിനെയാണ് ന്യൂട്രൽ സ്പോർ എന്ന് പറയുന്നത്. എക്ടോകാർപ്പസിലും ആസ്ട്രോസിസിലും കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ മോണോസ്പോർ. മോണോസ്പോർ എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്പോറാഞ്ചിയ. ഒരു സ്പോറാഞ്ചിയത്തിൽ ഒറ്റ സ്പോർ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. റെഡ് ആൽഗയ റോഡോഫൈസിലും ബ്രൗൺ ആൽഗയ ഫൈറോഫൈസിലും കോമൺ ആയിട്ട് ഇത് കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ ഹോർമോസ്പോർ. അതായത് മൾട്ടി സെല്ലുലാർ സ്പോർ ലൈക്ക് ബോഡീസ് ആയിരിക്കും. സ്പോർ പോലെ തുന്ന മൾട്ടി സെല്ലുലർ ബോഡീസ് ആയിരിക്കും വിത്ത് തിക്ക് വാൾ, നല്ല കട്ടിയുള്ള ആവരണങ്ങൾ കൊണ്ട് കാണപ്പെടുന്ന ഒരു മൾട്ടി സെല്ലുലാർ സ്പോർ ലൈക്ക് ബോഡീസിനാണ് ഹോർമോഗോൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സിമിലർ ടു ഹോർമോഗോണിയ. നമ്മൾ നേരത്തെ ഓസ്ട്രേലിയയിലെ ഹോർമോഗോണിയ പറഞ്ഞില്ല, അതേപോലെ തോന്നും. സറൗണ്ട് ബൈ എ സ്റ്റാറ്റിഫൈഡ് വാൾ, നല്ല കട്ടിയുള്ള ലെയർ കൊണ്ട് ഫോം ചെയ്തിരിക്കുന്ന ഒരു മൾട്ടി സെല്ലുലാർ സ്പോർ ലൈക്ക് ബോഡീസിനെയാണ് ഹോർമോസ്പോർ എന്ന് പറയുന്നത്. സയാനോഫൈസിന് ആളുകളിലും വെസ്റ്റീല എന്ന ആളുകളിലും നമുക്ക് കോമൺ ആയിട്ട് കാണാൻ കഴിയും. നാനോസൈറ്റ്സ്. They are the contents of cell repeatedly divides to produce many small endospore like structures. അതായത് സെല്ലിന്റെ കണ്ടന്റുകൾ റിപ്പീറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിനകത്ത് സെല്ലിനകത്ത് എൻഡോസ്പോർ പോലെ
തോന്നിക്കുന്ന സ്പോറുകൾ ഉണ്ടാവും. അതിനെയാണ് നാനോസൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മെമ്പേഴ്സ് ഓഫ് ട്രൂ കോക്കൈൽസ്, അതുപോലെ ഗ്ലോയിക്കോ ക്യാപ്സ തുടങ്ങിയ ആളുകൾ കാണാൻ കഴിയും. നെക്സ്റ്റ് വൺ പ്ലാനോകോക്കൈ. പ്ലാനോകോക്കൈ എന്ന് പറയുന്നത് സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഹോർമോൺസ് ആയിട്ടുള്ള ഒറ്റ സെല്ലുള്ള ഹോർമോൺ. നേരത്തെ കണ്ടതൊക്കെ ഒരുപാട് സെല്ലുകൾ ചേർന്നുള്ള ഹോർമോൺ ആണെങ്കിൽ ഇവിടെ സിംഗിൾ സെൽഡ് ആയിട്ടുള്ള ഹോർമോണുകൾ ഒരു ക്രീപ്പിംഗ് മൂവ്മെന്റ് കാണിച്ച് ഒരു സ്പോർ പോലെ ആക്ട് ചെയ്യുന്നെങ്കിൽ അതിനെ പ്ലാനോകോക്കൈ എന്ന് പറയും. എക്സാമ്പിൾ സയാനോഫൈറ്റിൽ വരുന്ന മെമ്പേഴ്സ് ആയ ഡിമോസിഫോൺ പോലുള്ള മെമ്പേഴ്സിലൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്? പ്ലാനോകോക്കൈ കാണപ്പെടുന്നു. നെക്സ്റ്റ് വൺ സ്യൂഡോ ഹോർമോസിസ്റ്റ്. സ്യൂഡോ ഹോർമോസിസ്റ്റ് എന്ന് പറയുന്നത് സാധാരണ താലസുകളുടെ ബ്രാഞ്ചില് അതിന്റെ ടിപ്പിലായിട്ട് ഒരു കൂട്ടം സെല്ലുകൾ അഗ്രഗേറ്റ് ചെയ്ത് കണ്ടന്റ് ഉണ്ടാവുകയും പിന്നെ അത് ഗൊണീഡിയ എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആണ്. അങ്ങനെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ആയിട്ട് മാറുകയും പിന്നെ ലേറ്റർ അത് വളർന്ന് പുതിയ ഓർഗൻസായിട്ട് മാറുകയും ചെയ്യും. ആ മെത്തേഡാണ് സ്യൂഡോ ഹോർമോസിസ്റ്റ് എന്ന് പറയുന്നത്. ബ്രാഞ്ചസിന്റെ ടിപ്പിലായിട്ട് എറക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന നേരെ നിൽക്കുന്ന ബ്രാഞ്ചസിന്റെ ടിപ്പിലായിട്ട് സെല്ലുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന ഒരു സ്ട്രക്ചർ. പിന്നീട് അത് ഡയറക്റ്റ് ഒരു സ്പോർ ലൈക്ക് ബോഡി ഗോണിയിഡിട്ട് മാറുകയും പിന്നെ അതിൽ നിന്ന് ഓർഗാനിസം ഉണ്ടാവുകയും ചെയ്യുന്നെങ്കിൽ ആ മെത്തേഡാണ് സ്യൂഡോ ഹോർമോസിസ്റ്റ് എന്ന് പറയുന്നത്. ബെസിലോപ്സിസ് എന്ന ബ്ലൂ ഗ്രീൻ ആൽഗയിൽ ഇത് കോമൺ ആയിട്ട് കാണാൻ കഴിയുന്നു. നെക്സ്റ്റ് വൺ ടെട്രാസ്പോർസ്. ടെട്രാസ്പോർ എന്ന് പറഞ്ഞാൽ നോൺ മോട്ടൽ സ്പോറുകൾ തന്നെയാണ്. സ്പെഷ്യലൈസ്ഡ് ടെട്രാസ്പൊറാഞ്ചിക്കകത്തായിരിക്കും ഉണ്ടാകുന്നത്. അത് ഹാപ്ലോയിഡ് സ്പോറുകൾ, ഡിപ്ലോയിഡ് പ്ലാന്റ് ബോഡി എന്നാണെങ്കിൽ ഹാപ്ലോയിഡ് ന്യൂസ് വഴി ഹാപ്ലോയിഡ് സ്പോറുകളായിട്ടാണ് ഉണ്ടാകുന്നത്. ഡിക്റ്റിയോടൈൽസ് ബ്രൗൺ ആൽഗയിലും റെഡ് ആൽഗയായ പോളിസിഫോണിയ വെട്രാക്കോസ്പെമിലൊക്കെ കാണാൻ കഴിയും. റെഡ് ആൽഗയുടെ മറ്റൊരു പ്രത്യേകത ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്പോറോഫൈറ്റ് പ്ലാന്റിന്റെ പാർട്ടിൽ നിന്നായിരിക്കും. പ്ലാന്റ് ബോഡി സ്പോറോഫൈറ്റ് ആണെങ്കിൽ ആ സ്പോറോഫൈറ്റ് പ്ലാന്റ് പാർട്ടിൽ നിന്നായിരിക്കും ടെട്രാസ്പോറുകൾ ഡെവലപ്പ് ചെയ്യുന്നത്. അത് പലതരത്തിലാകും. ഒന്നുകിൽ ബൈസ്പോർ 2 സ്പോർ ഉള്ളതായിട്ടാകുക, അല്ലെങ്കിൽ പോളിസ്പോർ 2-ൽ കൂടുതൽ സ്പോറുകൾ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരുപാട് സ്പോറുകൾ ചേർന്നുണ്ടാകുന്ന പാരോസ്പോർ കണ്ടീഷനിലും ഉണ്ടാകാറുണ്ട്. പാരാസ്പോർ എന്ന് പറയുന്നത് മാസീവ് ആയിട്ടുള്ള സ്പോറുകൾ കൂടിച്ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചർ ആയിരിക്കും. അത് കൂടുതലും പിന്നീട് ആ സ്പോറിൽ നിന്ന് ഉണ്ടാകുന്ന ട്രിപ്ലോയിഡ് പ്ലാന്റുകളായിരിക്കും. ട്രിപ്ലോയിഡ് പ്ലാന്റുകളായിരിക്കും ഡെവലപ്പ് ചെയ്തുണ്ടാകുന്നത്. എക്സാമ്പിൾ പ്ലമേറിയ എലഗൻസ്, സീറോസ്പോറ, ഓക്സിഡന്റാലിസ് തുടങ്ങിയ ആളുകളിലൊക്കെ പാരാസ്പോർ ആയിരിക്കും ഉണ്ടാകുന്നത്. പാരാസ്പോർ എന്ന് പറയുമ്പോൾ ആ മാസമായിട്ടുള്ള സ്പോറുകൾ ചേർന്നുണ്ടാകുന്ന സ്ട്രക്ചർ, ഒരുപാട് സ്പോറുകൾ ചേർന്നുണ്ടാകുന്ന ഒരു മാസീവ് സ്ട്രക്ചർ ആയിരിക്കും. അതിൽ നിന്ന് പിന്നീട് ട്രിപ്ലോയിഡ് പ്ലാന്റുകൾ ഡെവലപ്പ് ചെയ്തുണ്ടാവുകയും ചെയ്യും. ഇതാണ് ടെട്രാസ്പോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൽഗകളുടെ ജനറൽ വരുന്ന റീപ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ റീപ്രൊഡക്ഷനും. ശരിക്കും പറഞ്ഞാൽ ഈ അസെക്ഷൽ റീപ്രൊഡക്ഷൻ തന്നെയാണ് ഇതെല്ലാം വരേണ്ടത്. കുറച്ചുകൂടെ പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി വെജിറ്റേറ്റീവ് അസെക്ഷൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. എല്ലാ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനും അസെക്ഷൽ തന്നെ ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്ഷൽ റീപ്രൊഡക്ഷനും ലൈഫ് സൈക്കിളും പഠിക്കാം. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണുമ്പോഴേക്ക് എല്ലാവർക്കും ശുഭദിനം നേരുന്നു.